Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കോമയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അവന്റെ കൈ ചുരുട്ടി ആ എൽഡറിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ചോര തുളുമ്പി ആ എൽഡർ അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ഇടിയുടെ ആഘാതത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ അതെല്ലാം തകർന്ന് എൽഡറിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം ആ എൽഡർ ഏറ്റവും പവർഫുൾ ആയ ആ 5 എൽഡേഴ്സിൽ ഒരാളാണ്. മാത്രമല്ല കൂമ അവൻ ഗവൺമെന്റിന്റെ ഒരു സൈബോർക്കാണ്. അവനാണ് ഇപ്പോൾ ആ എൽഡറിനെ അറ്റാക്ക് ചെയ്തത്. നേവിക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്തു പറയണം എന്നറിയാതെ അവർ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും അവർ കൂമയ്ക്ക് നേരെ ആയുധങ്ങൾ ഉയർത്തും. എൽഡർ ആണെങ്കിൽ കൺട്രോൾ പോയി തെറിച്ചടിച്ച് വീണതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് നേരെ ഉപയോഗിച്ച പവർ അത് അണ്ടുവായി. അവരും ഇപ്പോൾ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. കമോൺ ഇതാണ് പറ്റിയ അവസരം. ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. ഇവിടെ കൂമയാണെങ്കിൽ ആ ജ്വല്ലറി പെണ്ണിനെ അങ്ങനെ താങ്ങിയെടുക്കുകയാണ്. ഡോക്ടർ വേഗോ പങ്കിനാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. ഇതെങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആ മെമ്മറീസ് എല്ലാം ഇവന് തിരികെ കിട്ടി? ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. സത്യത്തിൽ ആ സെൽഫ് ഡിസ്ട്രക്ഷൻ സ്വിച്ച് അതിനു പകരം ഡോക്ടർ വേഗോ പങ്ക് തന്നെയാണ് ഒരു ഷട്ട് ഡൗൺ സ്വിച്ച് അവന്റെ ബോഡിയിൽ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവനെ ഈസി ആയിട്ട് തകർക്കാൻ കഴിയില്ല. ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ മാത്രമേ സാധിക്കൂ. എൽഡർ ഇവനെ ഷട്ട് ഡൗൺ ചെയ്താലും ഇവനെ കൊണ്ട് ഒരിക്കലും മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെങ്ങനെ ഇവൻ വീണ്ടും ഇവിടേക്ക് എത്തി? അതിനർത്ഥം ബക്കനിയർ ബ്ലഡ് ലൈനിലുള്ളവർക്ക് സ്ട്രെങ്ത് മാത്രമല്ല മറ്റൊന്നും കൂടുതലാണെന്ന് പറഞ്ഞ് അവൻ എന്തോ കാര്യമായിട്ട് ചിന്തിക്കും. മറ്റൊരു ഭാഗത്ത് കിസറുവാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. സെന്റമറൂനാണെങ്കിൽ കൂമയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നേവി സോൾജേഴ്സ് അവര് അരുക്കു പറ്റിയ ആ എൽഡറിനെ താങ്ങി എഴുന്നേൽപ്പിക്കുകയാണ്. മാത്രമല്ല ബാക്കി ചിലര് ഇപ്പൊ ലൂഫിയാൻ ടീമിനെ തടയാനായിട്ട് അവിടേക്കും പോകും. ഇവിടെ ജ്വല്ലറി പെണ്ണാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കൺകുളിർക്കെ അവളുടെ പപ്പയെ കാണുകയാണ്. താങ്ക് യു വെരി മച്ച്. പപ്പ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. സത്യത്തിൽ ഇത്രയും കാലവും നിങ്ങളെ കാണാനാണ് ഞാൻ ഈ ലോകം മുഴുവൻ അലഞ്ഞു നടന്നതും ഒരു പൈററ്റായി മാറിയതും ഒരു ടീം തന്നെ ഫോം ചെയ്തതും. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ പപ്പ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലവും എന്നെ കാണാൻ വരാതിരുന്നതെന്ന്. മാത്രമല്ല എനിക്ക് വേണ്ടി സഹിച്ച എല്ലാ ത്യാഗങ്ങളും ഞാൻ അങ്ങയുടെ മെമ്മറിയിൽ കണ്ടു മനസ്സിലാക്കി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മ ജിനി, അവരെയും എനിക്ക് അങ്ങയുടെ മെമ്മറിയിൽ കാണാനായിട്ട് കഴിഞ്ഞു. എനിക്ക് അതിനപ്പുറം ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ മെമ്മറീസ് എല്ലാം ഒന്ന് റീക്യാപ്പ് പോലെ കാണിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവൾ വർഷങ്ങളായിട്ട് കരുതിയത് അവളെക്കുറിച്ച് അവളുടെ പപ്പയ്ക്ക് അവളോട് സ്നേഹമില്ല എന്നും അവളെ കാണാൻ ആഗ്രഹമില്ലായിരുന്നു എന്നുമാണ്. പക്ഷെ ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അവൾ മനസ്സിലാക്കിയത്. ഒരു ലെറ്റർ പോലും എഴുതാത്തതിൽ അവൾക്ക് കൂമയോട് ഒരുപാട് പരിഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നല്ല, ഒരുപാട് ലെറ്ററുകൾ അവൾക്കായി എഴുതിയിരുന്ന കൂമയുടെ മെമ്മറീസ് അതെല്ലാം തന്നെ അവൾ കണ്ട് ബോധത്താൽ അവൾ ഒരുപാട് വേദനിച്ചു. ഇപ്പൊ അവൾ ആ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് എണ്ണി പറയാണ്. മറ്റൊരു ഭാഗത്ത് ആ സോൾജേഴ്സ് അവർ ആ എൽഡറിന്റെ ബോഡിയിലുണ്ടായിരുന്ന വലിയ വലിയ ബിൽഡിങ്ങിന്റെ കഷ്ണങ്ങൾ അതങ്ങനെ എടുത്തു മാറ്റുമ്പോഴായിരിക്കും ആളുടെ കണ്ണുകൾ അതങ്ങനെ ടെററായിട്ട് വീണ്ടും തുറക്കുക. മാറ്റനാണെങ്കിൽ വീണ്ടും ആളുടെ ഫുൾ പവറിൽ എഴുന്നേറ്റ് വരികയാണ്. ആൾക്കിപ്പോ ഒരു കമ്പ് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഒരു കൈയും തകർന്നിരിക്കുകയാണ്. ആൾ അങ്ങനെ ടേൺ ചെയ്ത് ഡോക്ടറിനെ നോക്കും. അതിന് ഡോക്ടർ വേഗോ പങ്ക് പറയും, ഇതൊന്നും എന്റെ മിസ്റ്റേക്ക് അല്ല, അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹമാണ് ഇതിനെല്ലാം കാരണം. അതിനാ എൽഡർ ആണെങ്കിൽ ക്യാഷായിട്ട് പറയും, ഓ ഹ്യൂമൻ ഇമോഷൻസ്, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ തകർന്നുപോയ കൊമ്പ് അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അവന്റെ ഒടിഞ്ഞ കൈ അത് ബാക്ക് ടു നോർമൽ ആക്കും. ആ എൽഡർ ആണെങ്കിൽ ആളുടെ റീജനറേറ്റീവ് പവർ അത് ഉപയോഗിച്ചിരിക്കുകയാണ്. എൽഡർ ടെററായിട്ട് പറയും, ഇനി ഒരു കാരണവശാലും അച്ഛനെയും മകളെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആളുടെ കൈ വെച്ച് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങും. അത് കണ്ട നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്ത് വില കൊടുത്തും അവരെ രണ്ടുപേരെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ കൈ അത് തട്ടി മാറ്റി അവനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയം അവൻ അവിടേക്ക് വന്ന് ബീം പവർ ഉപയോഗിച്ച് ഇപ്പൊ എൽഡറിനെ അറ്റാക്ക് ചെയ്യും. ഡോക്ടർ വേഗോ പങ്ക് ആണെങ്കിൽ കൂമയെ ലാബിലേക്ക് എത്തിക്കാനായിട്ട് പറയും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി ഈ ഫൈറ്റ് ഞാൻ നയിക്കുമെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആദ്യം അത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം. ഒരു സയന്റിസ്റ്റായി ഇദ്ദേഹത്തെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയോ? അതിന് ഡോക്ടർ ആണെങ്കിൽ ടെററായിട്ട് ഓരോരുത്തരായിട്ട് നോക്കും. അതിനുശേഷം അവർ ഹാപ്പി ആയിട്ട് ഓരോരോ വർക്കുകൾ ചെയ്ത കാര്യം ആലോചിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നവർ തന്നെ ഇപ്പോൾ ഡോക്ടർ വേഗോ പങ്കിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ആ നേവിക്കാരാണെങ്കിൽ ബസ്റ്റർ കോളിന് ഇപ്പോൾ നിർദ്ദേശം കൊടുക്കും. അടുത്ത നിമിഷം ഒരുപാട് കപ്പലുകൾ അങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ്. അത് കണ്ട് ഡോക്ടർ വേഗോ പങ്ക് ആളങ്ങനെ ടെൻഷനായി കടലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ കടലിൽ നിന്നുള്ള ഒരു വ്യൂ ആയിരിക്കും കാണിക്കുക. ഇപ്പോ ആ ഒരു ഐലാൻഡിൽ ബസ്റ്റർ കോൾ അത് അവയ്ക്ക് ചെയ്തിരിക്കുകയാണ്. വോഹാറ ഐലാൻഡ് എന്ത് സംഭവിച്ചോ, ലുലൂസി ഐലാൻഡ് എന്ത് സംഭവിച്ചോ, അതുപോലെ തന്നെ മൊത്തമായിട്ടും ഈ ഒരു ഐലാൻഡും നേവിക്കാർ തകർക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കപ്പലുകളെല്ലാം വരിയായിട്ട് ഇപ്പൊ ഒരു ഐലാൻഡിനെ റൗണ്ട് ചെയ്യും. അതിനുശേഷം ഐലാൻഡിലുള്ള നേവി
സോൾജിയേഴ്സിനോട് ഇപ്പൊ കപ്പലിലേക്ക് കയറാൻ പറയാണ്. കാരണം ബസ്റ്റർ കോൾ അവേക്കനായി കഴിഞ്ഞ നേവി സോൾജിയേഴ്സിന് അപകടമൊന്നും സംഭവിക്കാൻ പാടില്ല. അതനുസരിച്ച് അവരെല്ലാവരും ഉഷാറായിട്ട് കപ്പൽ നോക്കി ഓടും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ കൂമയെയും ബോണിയെയും അവർ രണ്ടുപേരെയും ഉയർത്തിയെടുത്ത് ആ ലാബിന്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. ബോണിയാണെങ്കിൽ കൺകുളിർക്കെ അവളുടെ പപ്പയെ കാണും. അതേസമയം ഡോക്ടർ വേഗോഫ് പങ്ക് ആളാണ് ശിക്ഷകളൊക്കെ അസ്തമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു ഐലാൻഡും ലാബും കണ്ടുപിടുത്തങ്ങളും അങ്ങനെ എല്ലാം തന്നെ. അടുത്ത മനുഷ്യകുലത്തിന്റെ ഒരു ഫ്യൂച്ചറാണ് ഈ ഐലാൻഡ്. ഡോക്ടർ ആണെങ്കിൽ അവസാനമായിട്ട് വീണ്ടും ആ എൽഡറിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഈ ഐലാൻഡ് തകർക്കരുത്. ഫ്യൂച്ചർ ജനറേഷന്റെ ഒരു ലൈഫാണ് ഈ ഒരു ഐലാൻഡ്. ഇത് തകർത്ത് കളഞ്ഞാൽ ഇല്ലാതാവാൻ പോകുന്നത് ഒരുപാട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ സാറ്റൺ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അതേസമയം ഒരു വൈസ് അഡ്മിറൽ സാറ്റനോടും കിസറുവിനോടും അവിടുന്ന് മാറാനായിട്ട് ആവശ്യപ്പെടും. ബസ്റ്റർ കോള് അത് അവേക്കൻ ചെയ്യാൻ തുടങ്ങുകയാണ്. സോ എത്രയും വേഗം നിങ്ങൾ കപ്പലിലേക്ക് വരണം. സാറ്റൺ ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ആള് ക്യാഷ്വലായിട്ട് പറയും, നിങ്ങളെല്ലാവരും കപ്പലിലേക്ക് പോയിക്കോളൂ. അതിനു മുൻപ് ഈ ഐലാൻഡിൽ മുഴുവനായിട്ടും ബോംബുകൾ ഫിക്സ് ചെയ്യണം. ഞാനും കിസറും ഇവിടെ തന്നെ തുടരും. അതിന് അഡ്മിറൽ ആണെങ്കിൽ വീണ്ടും അവർ നിർബന്ധിക്കുകയാണ്. കിസറു ആണെങ്കിൽ ടെൻഷനായിട്ട് ആ വൈസ് അഡ്മിറലിനോട് അവിടുന്ന് കടന്നു പോകാൻ പറയും. ഡോക്ടർ വേഗോഫങ് ആണെങ്കിൽ ആ സാറ്റിനോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിനക്കൊരിക്കലും ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും 100 വർഷം നമ്മൾ പുറകിലേക്ക് പോകേണ്ടി വരും. 100 വർഷത്തെ കഷ്ടപ്പാടാണ് ഒറ്റയടിക്ക് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. കിസറു ദയവ് ചെയ്ത് നീയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന് പറയും. കിസറുവിനാണെങ്കിൽ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ പ്രത്യേകിച്ച് അതിന് മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കും. അതേസമയം ആ ഒരു എൽഡർ ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിനോട് ചോദിക്കും, നീ ഇതുപോലെ മറ്റെന്തെങ്കിലും കാര്യവും ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഇപ്പോ ആ എൽഡറിനോട് റിക്വസ്റ്റ് ചെയ്യും, അത്തരത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഈ ഒരു ഐലാൻഡ് അത് നശിപ്പിക്കരുത്. ബസ്റ്റർ കോള് അത് നീ റിവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കെഞ്ചാണ്. അത് കേട്ട എൽഡർ ചിരിക്കും, നിനക്ക് മറ്റൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. നീ ഇവിടുന്ന് രക്ഷപ്പെടുത്തി നിന്റെ കുറച്ച് സയന്റിസ്റ്റുകളെയും വർക്കേഴ്സിനെയും ഒക്കെ ഒരു കപ്പലിൽ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലേ, ഞാൻ അവരെയും വെറുതെ വിട്ടിട്ടില്ല. അവരും ആ 1000 years വോർഡിന്റെ ചില രഹസ്യങ്ങൾ ചുമക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ കപ്പൽ മുഴുവനായിട്ടും ഞാൻ കത്തിയെരിച്ചു എന്ന് പറഞ്ഞ് ആ കപ്പൽ മുഴുവനായിട്ട് കത്തിയെരിയുന്ന ഒരു വിഷ്വല് ഡോക്ടറിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ആളുടെ ഹൃദയം തകരും. ഡോക്ടർ ആണെങ്കിൽ പല്ലു കടിക്കും. ഓ നോ, ആ പാവം ജനങ്ങൾക്കും എന്റെ അസിസ്റ്റൻസിനും ഈ ഒരു റിസർച്ചുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പിന്നെ എന്തിന് നീ അവരോട് ഇത് ചെയ്തു? ഡോക്ടർ ആണെങ്കിൽ അപ്പോഴും കൂളായിട്ട് നിൽക്കും. നീയുമായിട്ട് കണക്ട് ചെയ്ത ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. ആ വോഹാർ ഐലാൻഡിലും ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർ ജനങ്ങളെ പോലും വെറുതെ വിടാതെ ആ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും ഞാൻ വാഷ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിന്റെ ഈ ഐലാൻഡിനും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ചരിത്രത്തില് ഈ ഒരു ഐലാൻഡിനെ കുറിച്ച് ഒരു സൂചന പോലും ഇനി ബാക്കിയുണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പാസിഫിസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരും കൂമയും എൽഡറി പെണ്ണും അങ്ങനെ എല്ലാവരും ആ റോക്കറ്റിൽ കയറി എൻട്രൻസിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ തന്നെ നിൽക്കും. എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം ആ ഒരു എൻട്രൻസിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നാണ് അവർക്കിടയിൽ ഇപ്പോഴത്തെ ഡീല്. സാഞ്ചി ആണെങ്കിൽ അവരോട് പറയും, നാമി ടീം ഓൾറെഡി ആ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. നേരത്തെ കേട്ട ശബ്ദം അത് ബസ്റ്റർ കോളിന്റേതാണ്. ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും ആ നേവിക്കാർ നശിപ്പിക്കുകയാണ്. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. റോബിൻ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ചോദിക്കും. അതിന് ചോപ്പർ പറയും, നീ ഇപ്പൊ വളരെ വീക്കാണ്, ഇപ്പൊ നിനക്ക് ആവശ്യം റെസ്റ്റ് ആണ്. സാഞ്ചി ആണെങ്കിൽ നാമിയെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. അതിന് നാമി പറയും, ലൂഫി എവിടെയാണെന്ന് ഇപ്പോഴും ഒരറിവും ഇല്ല. സോറോ ലുച്ചിയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ബ്രൂക്കും ലിലിത്തും അവർ രണ്ടുപേരും കപ്പല് ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഓൾറെഡി ആ കിസറു ആ വലിയ റോബോട്ടിനെ തകർത്ത് കപ്പൽ താഴെയിട്ടു. കുഴപ്പമില്ല, ബ്രൂക്കിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയും. ബ്രൂക്ക് ആണെങ്കിൽ കാഷ്വലായിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആണെന്ന് ഇപ്പൊ അവളോട് പറയും. ഇവിടെ ലിലിത്തിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. കാരണം ബ്രൂക്ക് അവൻ ഓൾറെഡി അവന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അവളിപ്പോ കപ്പല് പതിയെ പതിയെ മൂവ് ചെയ്യിക്കുകയാണ്. ബ്രൂക്ക് ചെയ്ത അവന്റെ വമ്പൻ ഐഡിയ അത് മറ്റൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ക്ലൗഡ്സുകളെല്ലാം അവൻ ഫ്രീസ് ചെയ്തു. അതിനുശേഷം കപ്പലിനെ അതിലൂടെ സ്കേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ലിത്ത് ആകാംക്ഷയോട് കൂടെ ഇപ്പൊ ബ്രൂക്കിനോട് ചോദിക്കും, നിന്റെ ഈ ഒരു ഐഡിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇനി എങ്ങനെയാണ് നീ കപ്പലിനെ ബ്രേക്ക് ചെയ്യുക? അത് കേട്ട് ബ്രൂക്ക് ഷോക്കാവും. അവൻ അല്പം നേരം ആലോചിച്ച് ഇപ്പൊ അവളോട് പറയും, അതിനുള്ളൊരു സൊല്യൂഷൻ അത് ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കേട്ട് ലിലിത്ത് അവൾ ഷോക്കായി അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നേവിക്കാരാണെങ്കിൽ ഒരിടം പോലും വിടാതെ അവിടെ മുഴുവൻ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അവർ മുകളിലേക്ക് നോക്കും. ലാബൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ചെറിയ ഐലാൻഡ് അതിപ്പോഴും ആ ഡോമിനാൽ
പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഡോം അത് ഓപ്പൺ ആവാതെ അവരെ കൊണ്ട് ആ ഒരു ഐലാൻഡ് തകർക്കാനായിട്ട് ആവില്ല. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്പസമയം അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ആ കമാൻഡർ ആണെങ്കിൽ ആളുടെ അസിസ്റ്റൻസിന് ഇപ്പൊ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഒരിടം പോലും തകരാതെ ബാക്കിയുണ്ടാവാൻ പാടില്ല, എല്ലാ ഇടങ്ങളും നമ്മൾ തകർക്കണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വലിയ വലിയ കനോൺസ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ട് തകർക്കുകയാണ്. ഇത് ബസ്റ്റ് കോളാണ്. സോ ഒരു കാരണവശാലും ഈ ഒരു ഐലാൻഡിന്റെ പൊടി പോലും ഇനി അവശേഷിക്കാൻ പാടില്ല എന്ന് ആ കമാൻഡർ തീർത്തു പറയും. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന് കിട്ടിയ ഫുഡ് ഐറ്റംസ് അത് മുഴുവൻ അടിച്ചു കയറ്റി അവന് പാനെ പോലെ ചീർത്ത് വീർത്ത് കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും വെച്ച ഫുഡ് അതെല്ലാം തന്നെ ദഹിപ്പിച്ച് അത് പവറാക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് ഇപ്പൊ ലൂഫി ശ്രമിക്കുക. അതേസമയം ഒരുപാട് നേവി സോൾജിയേഴ്സ് അവർ കറക്റ്റായിട്ട് ലൂഫിയെ പോയിന്റ് ചെയ്ത് ഗണ്ണൊക്കെ ഉപയോഗിച്ച് അവനെ റൗണ്ട് ചെയ്യുകയാണ്. കനോൻ ബോൾസ് ആണെങ്കിൽ ഒന്നൊന്നായിട്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് വീണ് പൊട്ടിത്തെറിക്കാനായിട്ട് ആരംഭിക്കും. അതിലൊന്ന് അവന്റെ തൊട്ടടുത്ത് വന്ന് പൊട്ടിത്തെറിച്ച് ലൂഫി അവൻ ആ ഒരു എഫക്റ്റിൽ പറന്നു പോകും. ലൂഫി ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവിടെ പാസിഫിസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ ആ ഐലാൻഡിന്റെ മുക്കും മൂലയും തകർക്കുകയാണ്. ദൂരത്തായിട്ട് ഡോക്ടർ അദ്ദേഹം ഈ കാഴ്ചയെല്ലാം കണ്ട് ഒരുപാട് നിരാശയിൽ അങ്ങനെ നിൽക്കും. ഒരുപാട് വർഷത്തെ അദ്ദേഹത്തിന്റെ റിസർച്ചും കഷ്ടപ്പാടുമാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഇല്ലാതാവുന്നത്. അതും അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ആ പാസിഫിസ്റ്റേഴ്സിനെ നേവി കമാൻഡേഴ്സ് അവരെ ഹാൻഡിൽ ചെയ്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ ഇല്ലാതാക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അദ്ദേഹം കുറ്റബോധത്തിൽ തല താഴ്ത്തി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആ സാറ്റിൻ എൽഡർ ആളാണെങ്കിൽ കിസറുവിനോട് ഡോക്ടറെ കൊല്ലാനായിട്ട് പറയും. കിസറുവിനാണെങ്കിൽ അത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവൻ നേവിയുടെ ഒരു കമാൻഡറാണ്. അതുകൊണ്ട് തന്നെ എൽഡർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അത് അവന് കേൾക്കാതിരിക്കാനായിട്ട് കഴിയില്ല. സോ മനസ്സില്ലാ മനസ്സോട് കൂടെ ഡോക്ടറെ കൊല്ലാൻ അവൻ നടന്നെടുക്കും. സാഞ്ചി ആണെങ്കിൽ ആ കാര്യം ശ്രദ്ധിച്ച് ഇപ്പൊ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വരികയാണ്. സാഞ്ചി നിലവിളിക്കും, നിങ്ങൾ ഈ സമയത്തും വെറുതെ അവിടെ കുത്തിയിരിക്കുകയാണോ? എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. അതേസമയം ഇവിടെ ആ ടീമാണെങ്കിൽ ആ റോക്കറ്റിൽ കയറി പൈപ്പിലൂടെ അതിവേഗം മുകളിലേക്ക് പോവാണ്. 32 സെക്കൻഡുകൾ കൊണ്ട് അവരിപ്പോ അവിടുന്ന് പുറത്തേക്ക് എത്തും. അത് മനസ്സിലാക്കിയ കിസറു അവൻ ലൈറ്റ് സ്പീഡിൽ ആ ഒരു വലിയ പൈപ്പിന്റെ ഭാഗത്തേക്ക് വന്ന് അത് രണ്ടായി വെട്ടി എറിയാണ്. പൈപ്പിലൂടെ റോക്കറ്റ് ആണെങ്കിൽ പുറത്തേക്ക് വന്ന് അത് തകർന്ന് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങും. സാഞ്ചി ആണെങ്കിൽ ആ ഒരു സീൻ കണ്ട് ഡബിൾ ഷോക്ക്. സോ അവനാണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിനെ രക്ഷിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാൻ എയർവാക്ക് ചെയ്തു പോവാണ്. ഡോക്ടർ വേഗോഫ് പങ്കിനെ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ ഇപ്പൊ ആരും അവിടെ ബാക്കിയില്ല. ആ എൽഡർ ആണെങ്കിൽ അവരെല്ലാവരും താഴേക്ക് വീഴുന്നത് കണ്ട് ആ പാസിഫിസ്റ്റേഴ്സിനെ കൺട്രോളിലെടുത്ത് കൂമയെയും ജ്വല്ലറി പെണ്ണിനെയും കൊല്ലാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അത് കണ്ട ബോണി പെണ്ണാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആ സമയം കൂമ അവൾ അങ്ങനെ കയ്യിൽ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുകയാണ്. ബോണി ആണെങ്കിൽ അവളുടെ പപ്പയെ ഹഗ് ചെയ്ത് കരയാണ്. ആക്ച്വലി ബോണിക്ക് വേണ്ടിയാണ് അവളുടെ പപ്പ സെൽഫ് സാക്രിഫൈസ് ചെയ്ത് ഇപ്പൊ ഇത്തരത്തിൽ ഒരു സൈബോർക്കായി മാറിയത്. പക്ഷേ അവസാനം അദ്ദേഹത്തിന് തന്നെ ക്ലൗൺസുകളെ ഉപയോഗിച്ച് ഇപ്പൊ ബോണിയെയും കൂമയെയും ഇല്ലാതാക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ എൽഡർ ആണെങ്കിൽ കൂമയുടെ ക്ലോൺസിന് ഇൻസ്ട്രക്ഷൻ നൽകി കഴിഞ്ഞു. അവരാണെങ്കിൽ ഇപ്പൊ ബീം പവറൊക്കെ എടുത്ത് കൂമയെയും ബോണിയെയും എയിം ചെയ്ത് നിൽക്കും. ഡോക്ടർ വേഗോഫ് പങ്കിന് അത് കണ്ട് ഒരുപാട് വിഷമം. ബോണി ഒരു പൈറട്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവളെ തകർക്കാനായിട്ട് നേവിക്കാര് അവിടേക്ക് എത്തുമെന്ന്. പക്ഷെ ഇത്തരത്തിൽ ബോണിയെയും കൂമയെ ഒരുമിച്ച് അതും കൂമയുടെ തന്നെ ക്ലൗൺസ് ഇല്ലാതാക്കുമെന്ന് ആൾ കരുതിയതല്ല. സാഞ്ചിയും ഉസോപ്പും അവർ രണ്ടുപേരും ഒക്കെ നിലവിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നറിയാനായിട്ട് അവിടേക്ക് ഓടി വരും. ഇവിടെ ബോണിയാണെങ്കിൽ പൂർണ്ണമായിട്ടും മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കാരണം അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് വീണ്ടും അവളുടെ പപ്പയെ കണ്ടുമുട്ടുക എന്നത് മാത്രമായിരുന്നു. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് കത്തിക്കൊണ്ടിരുന്ന ഒരു കപ്പലിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരിക. ഓപ്പോസിറ്റുള്ള ആൾ വിളിച്ചു പറയും, ഞങ്ങൾ ആ ഒരു കപ്പലിനെ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ആ ഒരു ഇൻഫർമേഷൻ എത്രയും വേഗം ചെറുവിനെ അറിയിക്കുക എന്നായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾ പറയുക. ആ ഒരു കപ്പല് അത് എഡ്ഹേഡ് ഐലാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നതെന്ന് അവസാനമായിട്ട് വിളിച്ചു പറയും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.